മലപ്പുറത്ത് 15 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കാട്ടുപന്നിയെ കുടുക്കാൻ സ്ഥാപിച്ച വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രധാന പ്രതിയും കൂട്ടാളിയും കസ്റ്റഡിയിൽ. വിനീഷ് എന്നയാളാണ് കേസിലെ മുഖ്യപ്രതി. രണ്ടാം പ്രതിയായ കുഞ്ഞു മുഹമ്മദും കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇരുവരുടെയും അറസ്റ്റ് ഉടനുണ്ടാകും. രണ്ടുപേരും സ്ഥിരം കുറ്റവാളികളാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇരുവരും കെണിവെച്ച് മൃഗങ്ങളെ പിടിച്ചതിനു ശേഷം ഇറച്ചി വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇരുവരും ലഹരിക്ക് അടിമകളാണെന്നും പരാതിപ്പെടാൻ ഭയമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് ഇവർക്കെതിരെ മലപ്പുറം വഴിക്കടവ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. 3 പേരെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. ഒരാളെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചിരുന്നു. മലമ്പാമ്പിനെ അടക്കം പ്രതികൾ പിടികൂടാറുണ്ടെന്നും ആരോപണമുണ്ട്. മലപ്പുറം നിലമ്പൂരിനടുത്ത് വഴിക്കടവ് വെള്ളക്കട്ടിയിലാണ് സംഭവം നടന്നത്. പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവാണ് മരിച്ചത്. ബന്ധുക്കളായ 5 വിദ്യാർത്ഥികൾ ഫുട്ബോൾ കളിക്ക് ശേഷം മീൻ പിടിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ജിത്തുവിനൊപ്പമുണ്ടായിരുന്ന ഷാനു, യദു എന്നിവർ പരിക്കേറ്റ ചികിത്സയിലാണ്. ഇവരുടെ നില തൃപ്തികരമാണെന്നാണ് വിവരം. തോട്ടിൽ കുറുകെ കമ്പിയിട്ടിരുന്നുവെന്ന് പരിക്കേറ്റ് ചികിത്സയിലുള്ള യദു കൃഷ്ണൻ പറഞ്ഞു. അനന്തുവിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് തനിക്ക് ഷോക്കേറ്റതെന്നും യദു പറഞ്ഞു. പ്രദേശത്ത് വന്യജീവി ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശത്ത് മാസങ്ങൾക്ക് മുൻപ് പന്നിക്കെണിയിൽപ്പെട്ട ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയും നേരത്തെ മരണപ്പെട്ടിരുന്നു. അതേസമയം സംഭവം ആസൂത്രിതമെന്ന് വനം മന്ത്രി A.K. ശശീന്ദ്രൻ പ്രതികരിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കരുതിക്കൂട്ടി ചെയ്തതാണെന്നാണ് ആരോപണം. നിലമ്പൂരിൽ മരണവിവരം അറിയുന്നതിന് മുൻപ് മലപ്പുറത്ത് പ്രകടനം നടന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സംശയം തോന്നുന്നുവെന്നാണ് മന്ത്രി പറയുന്നത്. സംശയിക്കത്തക്ക ഗുരുതരമായ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ? ഇത് സർക്കാരിനെതിരായ പ്രചാരണമാണ്. ബോധപൂർവം ചെയ്തതാണോ എന്നും സംശയമുണ്ട്. രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നു. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ ആരായിരിക്കും ഗുണഭോക്താക്കളെന്നും മന്ത്രി വ്യക്തമാക്കി. അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി ഫെൻസിംഗിൽ നിന്നാണ് കുട്ടികൾക്ക് ഷോക്കേറ്റതെന്നും അപകടത്തിന് പിന്നിൽ വനം വകുപ്പാണെന്ന് വിധി എഴുതുന്നതിൽ ബോധപൂർവമായ ശ്രമമുണ്ടെന്നും വനമന്ത്രി മുൻപ് പറഞ്ഞിരുന്നു. അപകടത്തിൽ സർക്കാരിനോ വനം വകുപ്പിനോ പങ്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അപകടം നടന്നത് ഖേദകരമാണ്. സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ചിലർ ശ്രമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് രാഷ്ട്രീയവൽക്കരിക്കുന്നത്. സംഭവം അന്വേഷിച്ച് വനം വകുപ്പിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മലപ്പുറം നിലമ്പൂരിനടുത്ത് വഴിക്കടവ് വെള്ളക്കട്ടിയിലാണ് അപകടമുണ്ടായത്. അനന്തുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് മലപ്പുറം വഴിക്കടവ് പോലീസ് കേസും എടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.